ഫ്രണ്ട്സ്, 2 ദിവസം ഞാൻ നല്ല തിരക്കിലായിരുന്നേ. നല്ല പണിയായിരുന്നു. അയ്യോ, എല്ലാം വൃത്തിയാക്കി നല്ല ക്ലീനാക്കി ഇവിടെ എല്ലാം നിറച്ച കരിയിലായിരുന്നു. അപ്പം ഞാൻ മഞ്ഞൾ നടാനുള്ള തടം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണേ. നല്ല നമ്മൾ മഞ്ഞളിനൊന്നും താഴോട്ട് വലിയ കുഴിയൊന്നും എടുക്കണ്ട. ഇങ്ങനെ ഒരു ചെറിയ വിസ്താരത്തിലൊരു തടം പോലെ ഒരുക്കിയിട്ട് അതിനകത്ത് ഞാൻ കരിയിലൊക്കെ ഇട്ട് മൂടി, മണ്ണൊക്കെ ഇട്ട് മൂടി ഷേപ്പിലാക്കി ഇട്ടിരുന്നതാ. അത് ഇവിടെ കുറച്ച് കിളികളുണ്ട്, കരിയില കിളികൾ. അവളുമാർ വന്ന് ഇതെല്ലാം കൊത്തിപ്പെറുക്കി ചകഞ്ഞുമൊക്കെ ഇങ്ങനെ അരമ്പാക്കി. എന്നാലും ഞാനിപ്പോൾ മഴ നോക്കിയിരിക്കുകയാണേ. ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞൾ അതിലോട്ട് പാകാൻ പറ്റും, നടാമല്ലോ. പക്ഷെ മഴ വന്ന് കൊതിപ്പിച്ചിട്ടങ്ങ് തിരിച്ചു പോവുക. 4 ദിവസം കൊണ്ട് ഇവിടെ നല്ല കോളുണ്ട്, പക്ഷെ പെയ്യുന്നില്ല. പിന്നെ ഞാൻ ഒരു വാഴ ഇവിടുന്ന് ആ കൂട്ടത്തിൽ നിന്ന് ഒത്തിരി വാഴ നിന്നതിൽ നിന്ന് പറഞ്ഞാൽ പിരിച്ച് വിട്ടിട്ട് നട്ടതാണ്. നമ്മൾ സ്ത്രീകളെ കൊണ്ട് ഇതൊക്കെ പറ്റുമല്ലോ. പിന്നെ നമ്മുടെ മുരിങ്ങയിൽ നിറയെ പൂവ് ഇട്ടിട്ട് ഫ്ലവേഴ്സ് എല്ലാം കൊഴിഞ്ഞു പോയി. ഒത്തിരി പൂക്കളുണ്ടായിരുന്നു, കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. കുറച്ചൊക്കെ പിടിക്കുന്നുണ്ട്, കായും പിടിക്കുന്നുണ്ട്. അത് ടബിലിരിക്കുന്നതുകൊണ്ടാണേ. താഴെ ആയിരുന്നെങ്കിൽ അതിലത്തെ വെള്ളമെല്ലാം വലിച്ചെടുത്തൊക്കെ അത് ഉഷാറായി നിന്നേനെ. ടബിലാകുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കണമല്ലോ. ഇത് നമ്മുടെ ഒരു വെള്ളക്കാന്താരിയാണ്. വെള്ളക്കാന്താരിയുണ്ട്, ഉണ്ടമുളകുണ്ട്, സിറാമുളക്, എല്ലാ ഐറ്റവും ഉണ്ട് ഇവിടെ. ഇവിടെ മൊത്തം കരിയിലായിരുന്നു. ഞാനെല്ലാം തൂത്ത് നല്ല വൃത്തിയാക്കി അടിപൊളിയാക്കി എല്ലാം എടുത്ത് എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ എപ്പോഴും ഇവരുടെ കൂടെയൊക്കെയാണ്. പിന്നെ നമ്മുടെ ചീരയൊക്കെ പറിച്ച് നടാൻ കുറേ ടബിനകത്തിരിക്കുന്നു. കുറേ താഴെ ഞാൻ കുറച്ചൊക്കെ പറിച്ച് നട്ടിട്ടുണ്ട്. ഇതെല്ലാം പറിച്ച് നടാനുള്ളതാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം ചെയ്യണം. പിന്നെ നമ്മുടെ പാത്രങ്ങളിലെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്.